വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഇതുപോലെ ഓൺലൈൻ വഴി ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ തൽക്കാലം നമ്മളൊന്ന് നാണം കെട്ടു എന്നുള്ളത് ശരിയാ. അല്ല, ഇപ്പൊ വേറൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. അതെ ആന്റി, ആ പെണ്ണ് ഇവനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാഞ്ഞത് ഭാഗ്യം. നമുക്ക് ഇവന് വേറെ പെണ്ണ് നോക്കാം. അതുപോലെ എന്നാലും എന്റെ മോന് ഇത്രയ്ക്കും പൊട്ടനായി പോയല്ലോ ഗോകുലെ. എവിടെയോ ഇരുന്നൊരു പെണ്ണ് പറഞ്ഞതൊക്കെ ഇവൻ കണ്ണു അടച്ചങ്ങ് വിശ്വസിച്ചില്ലേ? പൊട്ടൻ. ആന്റി കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നതുകൊണ്ടായിരിക്കില്ലേ ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ കണ്ടപ്പോ മഹേശ്വരനെ എടുക്കാൻ ശ്രമിച്ചത്? അതിപ്പോ വലിയൊരു കുറ്റായൊന്നും കാണണ്ട ആന്റി. അതെ, ഇതിപ്പോ നമ്മള് മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ. ആ പെണ്ണ് ആദ്യം ഒളിച്ചോടി പോയത് അച്ഛനും അമ്മയും തീരുമാനിച്ച കല്യാണത്തിന്റെ തലേ ദിവസാ. ഇത് അത്രയ്ക്കൊന്നും ആയില്ലല്ലോ ചേച്ചി. അല്ല, നീ എന്താടാ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഇത് നിനക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ഇല്ല അങ്കിളെ, ഇന്ന് രാവിലെ വരെ ഞങ്ങൾ വീഡിയോ കോളിൽ സംസാരിച്ചതല്ലേ. എവിടെയോ എന്തോ ഒരു പിശക് സംഭവിച്ചിട്ടുണ്ട്. സൗഭാഗ്യം എന്നെ തിരിച്ചു വിളിക്കുമെന്ന് തന്നെ എന്റെ വിശ്വാസം. എടോ, മഹേഷേ, ഇനി അവള് നിന്നെ വിളിച്ച നീ അത് റെക്കോർഡ് ചെയ്ത് സൈബർ സെല്ലിന് കൊടുക്കണം. ഇതൊക്കെ വെറും തട്ടിപ്പാടാ. എടാ, ഈ സൗഭാഗ്യം ചിലപ്പോ ഇന്ത്യയെ പോലും ആയിരിക്കണമെന്നില്ല. പുറത്ത് ചില രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളായിരിക്കൂടാ. അവർ ഈ ജോലി വാഗ്ദാനം ചെയ്ത് മലയാളികളെ വെച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സൗഭാഗ്യ ജോലി അന്വേഷിച്ചു പോയതൊന്നും ആയിരിക്കില്ല. കേട്ടിടത്തോളം അവള് തന്നെ ഒരു തട്ടിപ്പ് സംഘത്തിന്റെ തലവിയാണെന്നാ എനിക്ക് തോന്നുന്നത്. മഹേഷ് ഏട്ടൻ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡ് ഒന്നും അവൾക്ക് കൊടുത്തിട്ടില്ലല്ലോ, അല്ലേ? നാണമില്ലാതെ പറയുന്നത് കേട്ടില്ലേ? എരണം കെട്ടവൻ. ഇവന്റെ അക്കൗണ്ടിലെ FD ഇട്ടിരുന്ന 10 ലക്ഷം രൂപ 2 തവണയായിട്ട് ആ മൂദേവിക്ക് എടുത്തു കൊടുത്തിട്ടാ ഈ പൊട്ടൻ ഇവിടെ ഇരുന്ന് കൈ മലർത്തുന്നേ. ഇവന്റെ അച്ഛൻ മരിച്ചപ്പോ കിട്ടിയ ഇൻഷുറൻസിന്റെ തുകയായിരുന്നു അത്. അവള് വീണ്ടും പണം ചോദിച്ചപ്പോ ഇവൻ എന്നോട് വന്ന് ചോദിച്ചതാ, കെട്ടാൻ പോകുന്ന പെണ്ണിന് കൊടുക്കാൻ 2 ലക്ഷം രൂപ വേണോന്ന്. അപ്പൊ കാര്യങ്ങളുടെ പോക്ക് ശരിയല്ലെന്ന് തോന്നിയതുകൊണ്ടാ ആദ്യം കല്യാണം നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. അതെ, അവൾ എന്തും പറഞ്ഞാ നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത്? അവളൊരു 1.5 കോടിയുടെ കാറ് ബുക്ക് ചെയ്യുന്നു പറഞ്ഞാ ആദ്യം 5 ലക്ഷം രൂപ വാങ്ങിയത്. 20 അവളുടെ കയ്യിലുണ്ട്. 5 ലക്ഷം രൂപ കൂടി വേണമെന്ന് പറഞ്ഞിട്ടാ അത് ഞാൻ കൊടുത്തത്. രണ്ടാമത് 5 ലക്ഷം. നിർത്തടാ. ചെയ്തു കൂട്ടിയ മണ്ടത്തരങ്ങളൊക്കെ ഉളുപ്പില്ലാതെ വിളിച്ചു പറയുന്നു. ഇവിടെ ആർക്കും ഒന്നും കേക്കണ്ട. ഇനി നീ മിണ്ടിയ നിന്റെ മോൻ തടിച്ച് ഞാൻ പൊട്ടിക്കും. ചേച്ചി, എന്താ ഇതൊക്കെ? അവനൊരു ആൺകുട്ടിയല്ലേ? ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തല്ലി ആക്ഷേപിക്കുകയും ചെയ്ത ആണാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യായോ? അതിന്റെ എന്തെങ്കിലും ഒരു ഗുണവിനി കാണണ്ടേ? ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുത്താലെങ്കിലും എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം വകതിരിവും ഉണ്ടാവും കരുതി. അതും ഇപ്പൊ ഇങ്ങനെയായി. അമ്മേ, എന്റെ അമ്മ പേടിക്കൊന്നും വേണ്ട. ഇനി അമ്മയുടെ ഇഷ്ടം പോലെ സ്ത്രീധനം മേടിച്ചിട്ട് ഞാൻ കല്യാണം കഴിച്ചോളാം. ഇപ്പൊ നഷ്ടപ്പെട്ട 10 ലക്ഷം അടുത്ത സ്ത്രീധനത്തിൽ നിന്ന് വാങ്ങിച്ചു. അതുപോലെ ചേച്ചി അടിക്കില്ലമ്മേ. ഇവിടെ ഇറങ്ങി വാടാ. ഇല്ല, ഞാൻ വരില്ല. നിന്നെ ഞാൻ വരില്ല. എടാ, ഇവിടെ വാടാ. ഇല്ല. ഓ എന്റെ ദൈവമേ. സാധാരണ പെൺകുട്ടികളുള്ള അമ്മമാർക്കാ മകൾക്ക് നല്ല ഭർത്താക്കന്മാരെ കിട്ടിയില്ലെങ്കിൽ ആദ്യം വിഷമം. എനിക്ക് എന്റെ മോനെ ഓർത്താ. ഞാനുള്ളപ്പോഴേ ഇവനിങ്ങനെ. ഞാനില്ലാതായി ഇവനെ എങ്ങനെ ജീവിക്കും? സ്വത്തും മുതലും ഒന്നും വേണ്ട. സ്നേഹവും ഉത്തരവാദിത്തമുള്ളൊരു പെണ്ണിനെ ഇവന് ഭാര്യയായിട്ട് കിട്ടിയാൽ മതിയായിരുന്നു.
അത് കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യെങ്കിലും എനിക്ക് ഉണ്ടാവൂ എന്റെ ദൈവമേ. വിച്ചുട്ടാ, വിച്ചുമോനെ, ഇനിയും ഇവിടെ കളിച്ചോണ്ടിരിക്കുകയാണോ? പാല് കുടിക്ക്. കുടിച്ചോ. അമ്മ വിളക്ക് എടുത്ത് വെച്ചിട്ട് വരായേ. അതിനു മുമ്പ് മുഴുവൻ കുടിക്കണം കേട്ടോ. പാല് കുടിച്ചോ, കളയല്ലേ. വാടങ്ങോട്ട്. അവളെ താമസിക്കാതെ വിളക്കെടുത്തോണ്ട് അകത്തോട്ട് പോവും. അല്പം കഴിയുമ്പളേ നിങ്ങൾ ഒരാൾ പോയി വീടിന്റെ വാതിൽ തട്ടണം. ഞാൻ തട്ടിക്കൊള്ളാം ചേച്ചി. നീ തന്നെ അതിന് ബെസ്റ്റ്. തട്ടിയാ പോരാ, ഒന്ന് മുട്ടി നോക്കണം. ഓക്കെ, തല്ല് കിട്ടു ചേച്ചി. അതൊക്കെ നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. എടാ, അവൾ ഇടഞ്ഞാണ് നിൽക്കുന്നെങ്കിലേ ഇടിച്ചു കയറി അകത്തേക്ക് പോയി വാതിലങ്ങ് അടയ്ക്കണം. ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റു. അവള് വിളക്കം കൊണ്ട് പോയി. താമസിയാതെ അവള് വന്ന് വാതിലടയ്ക്കും. വിച്ചുട്ടാ, ആണോ? ഗുഡ് ബോയ്. അവര് വണ്ടി വരുന്നു. മാറിക്കോ മാറിക്കോ. അവൻ അവിടേക്കാണെന്ന് തോന്നുന്നല്ലോ. അങ്ങോട്ട് തന്നെയാ.